സ്വാമി ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് പറയുന്ന വിഷയം കർക്കിടക വാവ് ബലിയെക്കുറിച്ചാണ് പറയുന്നത്. അതിന് മുന്നേ ഒരു കാര്യം പറയാം. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. കൂടാതെ തന്നെ ആദ്യമായി ചാനൽ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. പ്രധാനമായിട്ടും കർക്കിടക വാവ് ബലി എല്ലാവരും ഇടാൻ പറ്റുന്നിടത്തോളം ശ്രമിക്കുക. അത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു കാര്യം പ്രത്യേകത എന്ന് പറയുമ്പോൾ കുടുംബപരമായിട്ടുള്ള പല ദോഷങ്ങളും മാറിക്കിട്ടുവാൻ പിതൃബലി ഒരു വലിയ ഘടകം തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കി ചെയ്യുക. കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ദിവസമാണ് കർക്കിടക വാവ് അല്ലെങ്കിൽ പിതൃദിനം എന്ന പേരിൽ ആചരിച്ചു വരുന്നത്. ഈ ദിവസം പിതൃബലിക്കും തർപ്പണത്തിനൊക്കെ വളരെ പേരുകേട്ട ദിവസമാണ്. ഈ സമയം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കും. ഭൂമിയിലെ ഒരു വർഷം എന്നുള്ളത് പിതൃക്കൾക്ക് ഒരു ദിവസം എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ആ രീതിയിലാണ് വിശ്വസിച്ച് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വരുന്ന ഓഗസ്റ്റ് 3 കർക്കിടക വാവിൻ്റെ തുടക്കം വരുന്നത്. അതായത് ഈ ഓഗസ്റ്റ് 3:51 വൈകിട്ട് അമാവാസി തിഥി ആരംഭം ആയിരിക്കും. ആ സമയം അന്ന് കുറച്ച് ഉള്ളത് കൊണ്ട് ഓഗസ്റ്റ് 4 ആയിരിക്കും വാവ് ബലിയായിട്ട് ആചരിക്കുന്നത്. ഓഗസ്റ്റ് 4 വൈകിട്ട് 4:43 വരെ അമാവാസി തിഥി ഉണ്ടാവും. ആ സമയത്താണ് 4:43 അമാവാസി തിഥി അവസാനിക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കിയിരിക്കുക. പിതൃക്കളുടെ ആത്മശാന്തിക്കായി പുണ്യ തീർത്ഥങ്ങളിൽ ബലിയർപ്പിക്കുന്ന ദിവസമാണ് കർക്കിടക വാവ് എന്ന് പറയുന്നത്. കർക്കിടക വാവ് ദിവസം ചെയ്യുന്ന ശ്രാദ്ധമുട്ടൽ പിതൃക്കൾക്ക് ഒരു വർഷത്തേക്ക് നിത്യേന അനുഭവപ്പെടുമെന്നുള്ളതാണ് കണക്കാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ കൊല്ലം ഓഗസ്റ്റ് 4 ഞായറാഴ്ച 4 കർക്കിടക വാവ് ആചരിക്കുന്നത്. അതായത് ഈ ലോകത്ത് വച്ചിട്ട് നമ്മുടെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ വംശത്തിൽ ജനിച്ചവരും നമ്മളുമായിട്ട് നേരിട്ടും അല്ലാതെയും ബന്ധമുള്ളവർക്കായിട്ടും കഴിഞ്ഞ മുൻജന്മങ്ങളിൽ നമ്മുടെ ദാസന്മാരായവർക്കും നമ്മെ ആശ്രയിച്ചിരുന്നവർക്കും പല ജന്മങ്ങളായി നമ്മളുമായി സഹായിച്ചവർക്കും നല്ല സുഹൃത്തുക്കൾക്കും നമ്മളുമായി ഏത് രീതിയിലുള്ള സഹകരണമുള്ളവർക്കും ആശ്രയിച്ച ആൾക്കാർക്കും സമസ്ത ജീവജാലങ്ങൾക്കും ജന്തുക്കൾക്കും വേണ്ടിയാണ് ഈ അന്നവും പുഷ്പവും ജലവും പ്രാർത്ഥനയുമെല്ലാം സമർപ്പിക്കുന്നത്. അമ്മയുടെ കുലത്തിൽ നിന്ന് വേർവിട്ട് പോയവരും അച്ഛൻ്റെ ഗുരുവിൻ്റെ ബന്ധുക്കളുടെ കുലത്തിൽ നിന്ന് വേർപെട്ട് പോയ എല്ലാവർക്കും കഴിഞ്ഞ കാലത്തിൽ പിണ്ടസമർപ്പണം സ്വീകരിക്കുവാൻ കഴിയാതിരുന്ന എല്ലാവർക്കും മക്കളോ ഭാര്യയോ ഭർത്താവോ ഇല്ലാത്തത് കാരണം വിഷമിക്കേണ്ടി വന്ന എല്ലാ ആൾക്കാർക്കും പലവിധ കാരണങ്ങളാൽ മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്യുവാൻ സാധിക്കാതിരുന്ന എല്ലാവർക്കും വേണ്ടിയും ദാരിദ്ര്യത്തിൽ ജനിക്കുകയും ജീവിക്കുകയും അതിൽ തന്നെ മരിക്കുകയും ചെയ്ത എല്ലാവർക്കും വേണ്ടിയും അടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയും ആയുസ്സൊടുങ്ങാതെ മരിച്ചവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഈ ലോകമൊന്ന് കാണാനാവാതെ അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ മരിച്ച് പോയ ആൾക്കാർക്ക് വേണ്ടിയും നമ്മുടെ അറിവിൽപ്പെട്ടതും അറിയപ്പെടാത്തതുമായ ബന്ധുക്കൾക്ക് വേണ്ടിയും ഇവർക്കെല്ലാം വേണ്ടി ഈ പ്രാർത്ഥനയും അന്നവും ജലവും പുഷ്പവും സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ ലോകത്തിൽ ഉള്ളതെല്ലാം ഇവരെ അവരുടെ ലോകത്തിൽ സന്തോഷിപ്പിച്ച് നിർത്തുന്നതിനായി സമർപ്പിക്കുന്നു എന്നുള്ളത് കൂടി വിശ്വസിച്ചാണ് ചെയ്യുന്നത്. ഇവിടെ ജീവിച്ചിരുന്നതായ എല്ലാ ജീവജാലങ്ങൾക്കും ഈ 7 ലോകത്തിലും അനേക ലക്ഷം വർഷങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ജീവിച്ചിരുന്ന എല്ലാവർക്കും വേണ്ടിയും ഈ പുഷ്പവും അന്നവും ജലവും അവരുടെ ആത്മാക്കളുടെ സന്തോഷത്തിനായി സമർപ്പിക്കുന്നു. അവർ അവരുടെ ലോകത്തിൽ സന്തോഷിച്ചിരിക്കുന്നതിനായിട്ടും അവിടെ ഇരുന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നതായിട്ടും ഒരിക്കൽ കൂടി പുഷ്പവും ജലവും അന്നവും സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരു കർക്കിടക വാവ് ബലി സമർപ്പണം എന്ന് പറയുമ്പോൾ സമസ്ത ജീവജാലങ്ങൾക്കുമായിട്ടാണ് സമർപ്പിക്കുന്നത്.
അങ്ങനെ ഒരു പ്രത്യേക ഒരാളിന് വേണ്ടിയിട്ട് മാത്രമല്ല സമർപ്പണം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ജ്ഞാതാജ്ഞാതമായിട്ടുള്ള എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയിട്ടാണ് ആ ഒരു സമർപ്പണം എന്ന് പറയുന്നത്. ശരിയായിട്ട് ഇതിൻ്റെ കർമ്മം വരുമ്പോൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് ബലികർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആവാഹനം നടത്തുന്നത്. സ്വന്തം ഉള്ളിൽ നിന്നും സ്വന്തം ബോധത്തെയാണ് ആവാഹിച്ച് ഈശ്വരനിൽ ലയിപ്പിക്കുന്നത്. നമ്മുടെ ബോധത്തെ പരിമിതമായ അവസ്ഥയിൽ നിന്നും പ്രപഞ്ചത്തോളം എത്തിക്കുന്ന ഒരു പൂജയാണ് ഈ കർമ്മം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് എല്ലാ ആത്മീയ വഴികളുടെയും പരമമായ ലക്ഷ്യവും. നമ്മുടെ കുലത്തിൽ വന്നു ചേർന്നിട്ടുള്ളതും അല്ലാതെയുള്ള മുഴുവൻ പിതൃ പരമ്പരയെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ബലിയിടുന്നത്. ഉത്തരായനം ഈശ്വരീയ കാര്യങ്ങൾക്കും ദക്ഷിണായനം പിതൃ കാര്യങ്ങൾക്കും ആണ് നീക്കി വച്ചിരിക്കുന്നത്. ദക്ഷിണായത്തിലെ ആദ്യത്തെ കറുത്ത വാവാണ് കർക്കിടക വാവ് എന്ന് പറയുന്നത്. അതൊരു ഗ്രഹണം സമയം പോലെ അല്ലെങ്കിലും ഭൂമി, ചന്ദ്രൻ, സൂര്യൻ ഏതാണ്ടെല്ലാം ഒരേ രേഖയിൽ വരുന്ന ഒരു സമയമാണ് വാവെന്ന് പറയുന്നത്. ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ വീഴുന്നതാണ് കറുത്ത വാവ്. ഇത് നമ്മുടെ ശരീരത്തിലുള്ള അഗ്നി, സോമ, സൂര്യമണ്ഡലങ്ങളായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇടപിംഗള, സുഷുമ്ന നാഡികൾ ശരീരത്തിൽ ഈ മണ്ഡലങ്ങളായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ പ്രപഞ്ചത്തിലുണ്ടാകുന്ന മാറ്റം സ്വശരീരത്തിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ സമയത്ത് സുഷുമ്നയിലൂടെ ഊർജപ്രവാഹം ഉണ്ടാകുന്നു. ഇത് മനുഷ്യരുടെ ബോധമണ്ഡലത്തെ തന്നെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചന്ദ്രന് മനസ്സുമായിട്ട് ബന്ധമുണ്ട്. ചന്ദ്രമോ മനസ്സോ ജാത എന്നാണ്. ചന്ദ്രനിൽ ഉണ്ടാകുന്ന ഈ മാറ്റം മനുഷ്യ മനസ്സിൽ ബോധതലത്തിൽ സ്വാധീനം ചെലുത്തുന്നു. ഗ്രഹണ സമയങ്ങളിൽ സാധന ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണവും ഇത് തന്നെയാണ്. ഈ ഒരു രീതിയാണ് കർക്കിടക വാവു ബലിയെക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് ഏവരും കർക്കിടക വാവു ബലിയിൽ പങ്കുചേർന്ന് പിതൃതർപ്പണം ചെയ്യണമെന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ടും പറയുന്നത്. ഓം അനാഥ നിന്ദനാനന്ദ ശംഖുചക്ര ഗജാധര അക്ഷയ പുണ്ടലീകാക്ഷ പിതൃമുക്തി പ്രദോഭവ എന്നുള്ളതാണ് ഒരു മന്ത്രം. ഒരുപാട് മന്ത്രങ്ങൾ ഇതിനകത്ത് വേറെയും പറയുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വേറെ ഒരുപാട് തലങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ആവശ്യമുള്ള അറിവുള്ളതായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് തന്നെ ചെയ്യിക്കുക. ആ രീതിയിലുള്ള ഫലങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു, വ്രതശുദ്ധിയോടുകൂടി മാത്രമായിരിക്കണം ബലിതർപ്പണ കർമ്മങ്ങളിൽ ഏർപ്പെടുവാനും കാര്യങ്ങൾ ചെയ്യുവാനും എന്നുള്ളത്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.